നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രധാന ചടങ്ങ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോക നന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ണും പൊത്തിപ്പിടിച്ച് പാർവതീദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പുറത്തുനിന്നും എത്തിയവരുടെ ക്രൂരമർദ്ദനം. കണ്ണിന് ഗുരുതരമായി പരിക്കുപറ്റിയ വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റത്. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുറത്തുനിന്നും എത്തിയവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നാണ് പരാതി. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും പറയുന്നുണ്ട്. കണ്ണിന് ഗുരുതരമായ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ മർദ്ദനമാണ് മകന് നേരെ ഉണ്ടായതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. പട്ടാമ്പി GHS ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പം പിന്നെ ഞാനൊരു ഉച്ച സമയത്താണ് പുറത്തുനിന്നുള്ള ഒരു 5-6 പേര് വന്നിട്ട് എല്ലാവരും അടിച്ചിട്ടുള്ള ഒരു വിഷയം നടന്നത്. അതിൽ എൻ്റെ മോൻ അവർ ടീച്ചറിനെ അടിച്ച് ചവിട്ടി താഴ്ത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടുവന്ന ഇവൻ ടീച്ചറെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് കമ്പിപടി കൊണ്ട് ഇവന്റെ തലക്കടിച്ചത്. അവന്റെ കണ്ണിന് മാരകമായ നല്ല പരിക്കായിരുന്നു അവൻ കണ്ണിനുണ്ടായിരുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് മുതൽ അവനേറ്റ് പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലായിട്ട് ഇന്നലെ വൈകുന്നേരം 3 മണി സമയത്താണ് ഡിസ്ചാർജായി വന്നത്. 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും തമ്മിൽ മുന്നേ ചെറിയ കുട്ടികൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ എൻ്റെ മോന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവനെ അടിച്ചത് ടീച്ചറും ചവിട്ടി താഴ്ത്തിട്ട് ടീച്ചർക്കും പരിക്കും. ഞാൻ ചെന്നപ്പോൾ ടീച്ചർ സേവന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പട്ടാമ്പി സ്കൂളിൽ പഠിക്കുന്നതല്ല, 28-30 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് വന്നിട്ട് ഈ ആക്രമണം ചെയ്തത്. സ്റ്റേഷനിൽ പറഞ്ഞത് അവർക്ക് ഓൾറെഡി സ്കൂളിന്റെ പരാതി പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തലയെടുപ്പിൽ പേരുകേട്ട ഗജവീരന്മാരും താളത്തിനൊപ്പം ഇളകിയാടുന്ന ആരാധക സമൂഹവും ചേർന്ന് നാടിനെ ഉത്സവ ലഹരിയിലാക്കി തൃത്താല ദേശോത്സവം സമാപിച്ചു. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 18ഓളം ആഘോഷ കമ്മിറ്റികളും ഉപകമ്മിറ്റികളും ഒരുമിച്ച് നാടിനെ ഉത്സവ സമൃദ്ധമാക്കി. സംസ്ഥാനത്തെ തലയെടുപ്പുള്ള ഗജവീരന്മാർ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രകളിൽ ഒന്നിനു പുറകെ ഒന്നായി തൃത്താല ടൗണിലേക്ക് ഒഴുകിയെത്തി. രാവിലെ തൃത്താല ടൗണിലും മേഴത്തൂറങ്ങാടിയിലും ഗജസംഗമങ്ങൾ നടന്നു. തൃത്താലയിൽ 14ഉം മേഴത്തൂരിൽ 11 ആനകൾ കുടമാറ്റത്തിന്റെ ഭാഗമായി. ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, പുതുപ്പള്ളി കേശവൻ, ഈറ്റോളി രാമൻ, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, പുതുപ്പള്ളി സാധു, ഇത്തിത്താനം വിഷ്ണുനാരായണൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ ഗജസംഗമത്തിൽ അണിചേർന്നു. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികൾ അണിനിരുന്ന ഗജഘോഷയാത്ര മേഴത്തൂർ സെന്ററിൽ നിന്നും വെസ്റ്റ് തൃത്താലയിലേക്ക് പുറപ്പെട്ടു. ബാൻഡ് വാദ്യം, DJ സംഗീതം, വിവിധ കലാപരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ദേശോത്സവത്തിന്റെ മുന്നോടിയായി ആഘോഷ കമ്മിറ്റികളുടെ ദഫ്മുട്ട്, കലാപരിപാടികൾ, ഗാനമേള എന്നിവ നടന്നു. ദേശോത്സവത്തിന്റെ ഭാഗമായി തൃത്താലയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരുന്നു. ആനയെഴുന്നള്ളിപ്പിൽ കർശന നിയന്ത്രണങ്ങളും ഇത്തവണ ഏർപ്പെടുത്തിയിരുന്നു. തൃത്താല SI ജെഫിൻ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കനത്ത സുരക്ഷയും ഒരുക്കി. തിരുവേഗപ്പുറ ചെമ്പ്രയിൽ പൂരത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. സംഭവത്തിൽ ചെമ്പ്ര സ്വദേശി മനോജിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവേഗപ്പുറ ചെമ്പ്ര കോട്ടേക്കാവ് താലപ്പൊലി ആഘോഷത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ചെമ്പ്ര സ്വദേശി കൊടക്കാട്ടിൽ ബാലഗോപാലനാണ് കുത്തേറ്റത്. സംഭവത്തിൽ ചെമ്പ്ര സ്വദേശി കരിപ്പാലി വീട്ടിൽ മനോജിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ തന്നെ ഇവർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. പലതവണ ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ബാക്കിയാണ് പൂരത്തോടനുബന്ധിച്ചെത്തിയ ഇവർ തമ്മിൽ ഉണ്ടായതെന്നും പോലീസ് പറഞ്ഞു. വയറിന് കുത്തേറ്റ ബാലഗോപാലിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞായറാഴ്ച പുലർച്ചെയാണ് മനോജിനെ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് പറഞ്ഞു.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗയാത്രയ്ക്ക് നാളെ പട്ടാമ്പിയിൽ സ്വീകരണം നൽകും. രാവിലെ 11 മണിക്കാണ് യാത്ര പട്ടാമ്പിയിലെത്തുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര നാളെ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. രാവിലെ 9:30 മണിക്ക് മലപ്പുറത്തെ പര്യടനത്തിന് ശേഷം കുമരനെല്ലിൽ നിന്നും ജാതിയെ ജില്ലയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് കൂറ്റനാടാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. 11 മണിയോടെ ജാഥ പട്ടാമ്പിയിൽ എത്തിച്ചേരും. മേലെ പട്ടാമ്പി കൽപ്പാക ജംഗ്ഷനിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ സ്വീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് UDF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി ചെയർമാൻ KP വാപ്പുട്ടിയും കൺവീനർ ജിതേഷ് മണിക്കുന്നവും അറിയിച്ചു. UDFന്റെ സംസ്ഥാന നേതാക്കളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും KP വാപ്പുട്ടി സൂചിപ്പിച്ചു. ജാതിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പട്ടാമ്പിയിൽ പൂർത്തിയായതായും ഇവർ അറിയിച്ചു. പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ നാളെ കാലത്ത് 10 മണിക്ക് തൃത്താലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. 11 മണിക്ക് പട്ടാമ്പി പാലത്തിൻ്റെ സമീപം വെച്ച് രാജകീയമായ സ്വീകരണം നൽകിക്കൊണ്ട് മേലെ പട്ടാമ്പി കൽപ്പയിൽ സമാപിക്കുന്നതാണ്. പൊതുയോഗത്തിൽ UDFന്റെ നേതാക്കൾ, സ്റ്റേറ്റ് നേതാക്കളെല്ലാം സംബന്ധിച്ച് പ്രസംഗിക്കുന്നതാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മേലെ പട്ടാമ്പിയിലേക്ക് സാദരം ക്ഷണിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖല വികസന ജാഥയ്ക്ക് പട്ടാമ്പിയിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDFന്റെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ജാഥ പട്ടാമ്പിയിലെത്തിയത്. തുറന്ന വാഹനത്തിൽ ജാഥ ക്യാപ്റ്റനെ സ്വീകരണവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കേരളത്തിലെ 25% വരുന്ന ന്യൂനപക്ഷങ്ങളെ ഇവർക്കെതിരെ LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണനേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ജാഥ ക്യാപ്റ്റന്റെ പ്രസംഗം. അതോടൊപ്പം UDFനെയും BJPയെയും വിമർശിക്കുവാനും MV ഗോവിന്ദൻ മറന്നില്ല. 10 വർഷമായി കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇത് തുടരണമെന്നും MV ഗോവിന്ദൻ സൂചിപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റായപ്പോൾ അദ്ദേഹം വർഗീയവാദിയല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് വി ഡി സതീശനാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതാക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. ഇത് വ്യക്തമാക്കുന്നത് പഴയ കോലിബി സഖ്യമാണെന്നും MV ഗോവിന്ദൻ സൂചിപ്പിച്ചു. ഇസ്ലാമി പോലെയുള്ള വർഗീയ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല, കരുതിയിരിക്കണമെന്ന് അവർ പ്രമേയത്തിൽ പറഞ്ഞു. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മിനിഞ്ഞാന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം ഒന്നുകൂടി വ്യക്തമാക്കി. AP സുന്നി ഉൾപ്പെടെയുള്ളവർ മുമ്പ് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതിൻ്റെ അവരുടെ ജാഥയുടെ ഭാഗമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം മുസ്ലിം ലീഗിൻ്റെ ആശയ തലത്തിലേക്ക് സ്വാധീനിക്കപ്പെട്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുന്ന ആശയം തന്നെ ലീഗ് നേതാക്കൾ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നേതാവിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, മതം 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 തന്നെയാണ് കാര്യം. എവിടെ നിന്റെ രാഷ്ട്രീയം? വർഗീയത പച്ചയായിട്ട് പറയുന്ന ലീഗ് നേതാക്കന്മാരുടെ ഒരു നിര തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ കേരളത്തിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, 1 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും BJPയെയും തരാതരം പോലെ കൂട്ടി മുന്നോട്ടേക്ക് പോകാനാണ് UDFും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായ ലീഗും കോൺഗ്രസും എല്ലാം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിന് തടയിടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ വിശ്വാസികളെയും ചേർത്ത് വർഗീയതക്കെതിരായ ഒരു പോരാട്ടം മുഖം തുറക്കാൻ നമുക്ക് കേരളത്തിലാവണം എന്നാണ് ഈ ജാഥ പറയുന്ന ഒന്നാമത്തെ കാര്യം.
മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, ഏരിയ സെക്രട്ടറി D ഗോപാലകൃഷ്ണൻ, K പരമേശ്വരൻ, CP ജില്ലാ സെക്രട്ടറി സുമലത, മറ്റു നേതാക്കളും പങ്കെടുത്തു. പെരിങ്ങോട് റണ്ണേഴ്സ് നേതൃത്വത്തിൽ ഹെറിറ്റേജ് മാരത്തോൺ സംഘടിപ്പിച്ചു. മന്ത്രി MB രാജേഷ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 2000-ഓളം പേർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ നടന്ന സുംബ നൃത്തത്തോടെയാണ് മാരത്തോണിന് തുടക്കമായത്. 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് മാരത്തോൺ നടന്നത്. 2000 ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. 21 കിലോമീറ്റർ മാരത്തോൺ മന്ത്രി MB രാജേഷും 5 കിലോമീറ്റർ മാരത്തോൺ VT ബൽറാമും ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ ആവേശത്തോടെ പങ്കെടുക്കാൻ എത്തിയിരുന്നു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും പങ്കെടുത്തവർക്കായി സർട്ടിഫിക്കറ്റുകളും നൽകി. റണ്ണേഴ്സ് പെരിങ്ങോട് പ്രസിഡന്റ് MP മണി നേതൃത്വം നൽകി. ഫിദമോൾക്ക് നൽകിയ വാക്കുപാലിച്ച് മന്ത്രി MB രാജേഷ്. ഇനി പുതിയ റോഡിലൂടെ പുഞ്ചിരിയോടെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഫിദമോൾ. ഇനി മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുമോ എന്ന പേടിയില്ല. ചെളിയിൽ വഴുതി വീഴുമെന്ന ആശങ്കയുമില്ല. പെരുമ്പിലാവ് അൻസാർ സ്പെഷ്യൽ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനിയും തൃത്തല സ്വദേശിനിയുമായ ഫിദ ഫാത്തിമയ്ക്കിനി ആത്മവിശ്വാസത്തോടെ സ്കൂളിലേക്ക് പോകാം. തന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് വീടിനു മുന്നിലെ തകർന്ന റോഡ് നന്നാക്കി നൽകിയ മന്ത്രി MB രാജേഷിനോടുള്ള നന്ദിയിലാണ് ഈ കുഞ്ഞുമിടുക്കിയും കുടുംബവും. ഓട്ടിസം ബാധിതയായ ഫിദയ്ക്ക് സ്കൂളിലേക്കുള്ള യാത്ര എന്നും വലിയൊരു വെല്ലുവിളിയായിരുന്നു. വീടിനു മുന്നിലെ കണ്ടയം തോട് ലിങ്ക് റോഡ് ശോചനീയാവസ്ഥയിലായതോടെ മഴക്കാലത്ത് റോഡ് മുഴുവൻ വെള്ളവും ചെളിയും നിറയും. ദുരിതം നിറഞ്ഞ ഈ യാത്രയെക്കുറിച്ച് ഫിദ തന്നെ നേരിട്ടെത്തി മന്ത്രി MB രാജേഷിനോട് പരാതി പറഞ്ഞിരുന്നു. ഫിദയെ ചേർത്ത് പിടിച്ച് ആ റോഡ് താൻ നന്നാക്കി തരാമെന്ന് അന്ന് മന്ത്രി വാക്ക് നൽകി. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മന്ത്രി MB രാജേഷിന്റെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. 100 മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്ത് ഫിദയ്ക്കും നാട്ടുകാർക്കുമായി ഒരുക്കിയത്. റോഡ് യാഥാർത്ഥ്യമായതോടെ ഫിദയുടെ വീടിനു മുന്നിലെ കാൽനടയാത്രയും വാഹനയാത്രയും സുഗമമായി. തൃത്താല സെന്ററിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന സലീം കേലശ്ശേരിയുടെയും സുലേഖയുടെയും മകളാണ് ഫിദ. തന്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇടപെട്ട മന്ത്രിയോടുള്ള സന്തോഷത്തിലാണ് ഈ കുടുംബം. ഞാനും മോളും കൂടിയിട്ടാണ് നിവേദനം കൊടുക്കാൻ പോയത്. അന്ന് അവള് അൻസാർ പെരുമ്പിലാവ് സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങി നേരെ വിദ്യാർത്ഥി വേഷത്തിൽ തന്നെ തൃത്തല റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മൾ നിവേദനം കൊടുക്കുകയായിരുന്നു. തുടർ നടപടി അദ്ദേഹം അനുഭവപൂർവ്വം പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ നടപടി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫിദ ഫാത്തിമയ്ക്കുള്ള വീട്ടിലേക്കുള്ള റോഡ് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വാക്ക് തന്നു. വളരെ ശോചനീയാവസ്ഥയിലിരുന്ന് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴി കുണ്ടും കുഴി നിറഞ്ഞതും മഴ വന്നാലൊക്കെ ചെളിയും കെട്ടി നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് പോകാനും മറ്റു വിദ്യാലയങ്ങൾക്ക് പോകാനൊക്കെ വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായതിൽ വളരെ സന്തോഷമാണ്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഫിദയുടെ സഹോദരങ്ങളായ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഫിൽസ്, BBA വിദ്യാർത്ഥി മുഹമ്മദ് സാജിദ് എന്നിവരും നാട്ടുകാരും മാറ്റത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒരു കുഞ്ഞു പരാതിയെ ഗൗരവത്തോടെ കണ്ട് അതിവേഗം പരിഹാരം കണ്ട മന്ത്രിയുടെ നടപടി നാടിനാകെ മാതൃകയാവുകയാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മന്ത്രിയും തന്റെ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചു. ഈ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അക്ഷരജാലകം ബുക്സ് ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ അധ്യാപക അവാർഡുകളും ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരവും വിതരണം ചെയ്തു. കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവി P രാമൻ അവാർഡുകൾ വിതരണം ചെയ്തു. അജിത P നായർ, ഖുത്തുബുദ്ദീൻ അമരിയിൽ, KT സരള എന്നിവർ മികച്ച അധ്യാപകർക്കുള്ള അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകന് നൽകുന്ന അക്ഷരജാലകം PN പണിക്കർ പുരസ്കാരം ബിപിനു ആറങ്ങോട്ടുകരയ്ക്ക് സമ്മാനിച്ചു. അംബേദ്കർ അവാർഡ് നേടിയ T സുഹറ, K രാവുണ്ണി, സംസ്ഥാന നീന്തൽ മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ ഹുസൈൻ തട്ടത്താഴത്ത് എന്നിവരെ ആദരിച്ചു. ഹുസൈൻ തട്ടത്താഴത്തിന്റെ മൊല്ലാഖാന്റെ നോവും വെളിച്ചപ്പാടിന്റെ കൽപ്പനയും എന്ന കഥാസമാഹാരത്തെ അധികരിച്ച് ഡോക്ടർ TV സ്മിതാദാസ് പുസ്തക പരിചയം നടത്തി. സതീഷ് കാക്കരാത്ത്, TVM അലി, KK പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമനുണ്ണി മേലതിൽ, KP ഉണ്ണികൃഷ്ണൻ, വീരാൻ എന്നിവർ കവിതയും അവതരിപ്പിച്ചു.
CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കൂറ്റനാട് സ്വീകരണം നൽകി. കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ന്യൂ ബസാറിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ജാഥ എത്തുന്നതിന് മുമ്പായി നാടൻപാട്ടും അരങ്ങേറി. ജില്ലാ അതിർത്തിയായ നീലിയാട് നിന്നും തൃത്താല മണ്ഡലത്തിലേക്ക് 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളും പഞ്ചവാദ്യം, പൂക്കാവടി എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി. ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ, മാനേജർ P സന്തോഷ് കുമാർ, മറ്റ് ജാഥ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഓരോരുത്തരും ഇടതുപെട്ട ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുന്ന ഓരോരുത്തരും ഓരോ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നണി പോരാളികളായി ഈ കള്ള പ്രചരണങ്ങളെ മുഴുവൻ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കണമെന്ന കേരളത്തിലെ ഇടതുപെട്ട പ്രസ്ഥാനത്തിന്റെ ഇടതുപെട്ട ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം ഈ കേരളം അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ നേരെ ചമച്ച് 10,000-കണക്കിന് ആളുകൾ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.